നമസ്കാരം. മെഡീസ് ടവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലക്കെട്ടുകളോടെ തുടങ്ങാം. അതിശൈത്യത്തിലേക്ക് കടന്ന സൗദി അറേബ്യ. തുറൈഫ് നഗരം -4 ഡിഗ്രി സെൽഷ്യസിലേക്ക് പതിച്ചു. റിയാദും ബുറൈദയും ദമാമും തബൂക്കുമെല്ലാം തണുത്തു വിറക്കുകയാണ്. അടുത്തയാഴ്ചയോടെ തീവ്രമായ തണുപ്പ് കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യും. വിവിധ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ മാറ്റത്തിനൊപ്പം ആരോഗ്യ പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിവിധ മുന്നറിയിപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. 46 الموافق 16/12/2024 هذا البل. ഇതാണ് റിയാദ് നഗരത്തിന് പുറത്തെ അവസ്ഥ. പലയിടത്തും കോച്ചുന്ന തണുപ്പ്. മരുഭൂമിയിൽ പല ഭാഗത്തും തണുപ്പിന്റെ കാഠിന്യം ബോധ്യമാക്കുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. അൽജൗഫിൽ ഒട്ടകങ്ങളുടെ കൺപീലികളിൽ പുലർച്ചെ മഞ്ഞുപാളി നിൽക്കുന്ന ദൃശ്യങ്ങൾ വരെ ഇതിലുണ്ട്. ജോർദാൻ, ഇറാഖ് രാജ്യങ്ങളുമായി അതിര് പങ്കിടുന്ന സൗദിയിലെ വടക്കൻ അതിർത്തി പ്രവിശ്യയിലെ തുറൈഫിലാണ് ഏറ്റവും കുറഞ്ഞ തണുപ്പ്. ഇവിടെ താപനില ഇന്ന് രാത്രിയോടെ -4 ഡിഗ്രി സെൽഷ്യസിലെത്തും. പല ഭാഗത്തും മഴയും മഞ്ഞും ഒരുപോലെ പെയ്യുന്നുണ്ട്. തബൂക്കിലെ ജബൽ അലൗസിലും തുറൈഫിലെ മരുഭൂവിലും ഇന്ന് മഞ്ഞു വീഴുമെന്നാണ് പ്രവചനം. തണുപ്പിന്റെ കാഠിന്യത്തിൽ തുറൈഫ് കഴിഞ്ഞാൽ രണ്ടാമത് -1 ഡിഗ്രി സെൽഷ്യസ് ഉള്ള അൽജൗഫ് ആണ്. കിഴക്കൻ പ്രവിശ്യയിലെ ഹഫറൽ ബാത്തിനിലെ മരുഭൂമിയിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഇന്ന് പുലർച്ചെ രേഖപ്പെടുത്തി. ബുറൈദയിലും ഹായിലും നാളെ പുലർച്ചെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് തൊടും. തബൂക്കിലും റിയാദിന്റെ നഗരത്തിന് പുറത്തും 1 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനിലയെത്തുക. മക്ക, നെജ്റാൻ, അസീർ, ജീസാൻ എന്നിവിടങ്ങളിൽ തണുപ്പിനൊപ്പം മഴയും എത്തുന്നുണ്ട്. റിയാദ് നഗരത്തിനകത്ത് ഇന്ന് രാത്രിയോടെ താപനില 3 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും എത്തുക. റിയാദ്, കിഴക്കൻ പ്രവിശ്യ, അൽജൗഫ്, കസീം, ഹായിൽ മേഖലകളിൽ കനത്ത തണുപ്പുള്ള കാറ്റുമെത്തും. ഇതോടൊപ്പം അലർജി, പനി, ജലദോഷം, മൂക്കടപ്പ് തുടങ്ങി ആരോഗ്യ പ്രയാസങ്ങളും വർദ്ധിക്കാനിടയുണ്ട്. ഇത് നേരിടാൻ മൂക്കും ചെവിയും മറച്ചു മാത്രമേ തണുപ്പിലിറങ്ങാവൂ. നേരിട്ട് നെഞ്ചിൽ കാറ്റേറ്റാൽ ഹൃദയാരോഗ്യത്തെയും ബാധിക്കും. കടുത്ത ആരോഗ്യ പ്രയാസമുള്ളവർ സ്വയം ചികിത്സക്ക് നിൽക്കാതെ ചികിത്സ തേടണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നവ പെട്ടെന്ന് തണുക്കുന്ന സാഹചര്യമായതിനാൽ ഭക്ഷണക്കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. പഴകിയതും തണുത്തതുമായ ഭക്ഷണം അണുബാധയ്ക്ക് വരെ വേഗത്തിൽ കാരണമാകും. ഈ വർഷം മുൻ വർഷത്തേതിനേക്കാൾ താരതമ്യേന കുറഞ്ഞ തണുപ്പാകും അനുഭവപ്പെടുക എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരുന്നു. ആ നിലപാട് അതോറിറ്റി തുടരുകയാണ്. നിലവിലുള്ള അതിശൈത്യം അടുത്തയാഴ്ചയോടെ അല്പം കുറയുകയും പിന്നീട് വർദ്ധിക്കുകയുമാണ് ചെയ്യുക. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദിയിൽ താപനില -7 താഴേക്ക് പോയാൽ സ്കൂളുകൾക്ക് അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. വിവിധ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ സ്കൂളുകൾക്ക് നൽകേണ്ട അവധി മന്ത്രാലയം ആവർത്തിച്ചു. സൗദിയുടെ വിവിധ പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത ശൈത്യത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. 3 ഡിഗ്രി മുതൽ -3 ഡിഗ്രി വരെയാണ് സൗദിയിലെ വിവിധയിടങ്ങളിലെ താപനില. ഇത് -7 എത്തിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാനാണ് തീരുമാനം. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. മണിക്കൂറിൽ 10 മുതൽ 50 മില്ലിലിറ്റർ ശക്തിയുള്ള കനത്ത മഴയും അതിതീവ്രമായ പൊടിക്കാറ്റ്, കനത്ത മൂടൽമഞ്ഞ്, മണിക്കൂറിൽ 60 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ കൊടുങ്കാറ്റ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ സ്കൂളുകൾക്ക് അവധി നൽകാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തണം. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശൈത്യമാണ്. ഇന്നും നാളെയും തബൂക്ക്, അൽജോഫ്, ഹായിൽ തുടങ്ങി വടക്കു പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ പ്രവിശ്യയിലും തണുപ്പിന് കടുപ്പമേറുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മീഡിയ 1, ജിദ്ദ. ബഹ്റൈനിൽ ശക്തമായ കാറ്റ് തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ച പൊടിക്കാറ്റിന് ശമനമുണ്ടെങ്കിലും തണുത്ത കാറ്റ് ശക്തമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ താപനില ഇനിയും കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്ത് കൂടിയ താപനില 19 ഡിഗ്രിയും കുറഞ്ഞത് 13 ഡിഗ്രിയും രേഖപ്പെട്ടു. മെഡീസ് ടവറിലേക്ക് വീണ്ടും. ഖോർഫുഖാനിൽ 9 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്നത് 83 യാത്രക്കാരെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചു. തൊഴിലാളികളെ കുത്തി നിറച്ചു വന്ന ബസിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകടത്തിന് കാരണമായത്. മരിച്ചവരിൽ അറബ് സ്വദേശികളും ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ള തൊഴിലാളികളുമുണ്ട്. ഇന്നലെ രാത്രി 10ഓടെയാണ് ഖോർഫുഖാനിൽ തൊഴിലാളികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 9 പേർ മരിച്ചത്. 73 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. വാരാന്ത്യ അവധി ദിവസം തൊഴിലാളികൾ അജ്മാനിലെ കമ്പനി ആസ്ഥാനത്ത് പോയി ഭക്ഷണ സാധനങ്ങളുമായി മടങ്ങുമ്പോഴായിരുന്നു അപകടം. മരിച്ചവരിൽ ഇന്ത്യക്കാരും ഉണ്ടെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല.
ഖൊർഫക്കാനിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കുമായി ഒപ്പമുണ്ടാകുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. UAE-യിൽ പൊതുമാപ്പ് കാലാവധി അവസാനിച്ചാൽ നിയമലംഘകരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്ന് ദുബായ് GDRFA മേധാവി. നിയമവിരുദ്ധരായി രാജ്യത്ത് തങ്ങുന്നവർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ഇനിയും മടിച്ചു നിൽക്കരുതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. No life will be always smoothly clean. UAE എന്ന രാജ്യം മുറുകെ പിടിക്കുന്ന മാനവികതയുടെ തെളിവാണ് 4 മാസം നീണ്ട പൊതുമാപ്പെന്ന് GDRFA ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. തെറ്റുപറ്റുന്നവരും നിയമലംഘകരും ഉണ്ടാകും. അവർക്ക് തിരുത്താൻ പൊതുമാപ്പ് കാലം നൽകിയ അവസരം നിരവധി പേർ ഫലപ്രദമായി ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. We should calculate and the result, the benefits for everyone. Most of them, 100% of them are happy. Alhamdulillah, whom they got jobs, we offer them a jobs through companies. പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തേണ്ടവർ ഇനിയും മടിച്ചു നിൽക്കാൻ പാടില്ല. അവർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങുകയോ രേഖകൾ ശരിയാക്കി നിയമവിധേയരാവുകയോ ചെയ്യണം. മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലരും നേരിടുന്ന പ്രശ്നങ്ങളെ സർക്കാർ സമീപിച്ചത്. പിതാവിന്റെ രേഖകളില്ലാതെ UAE-യിൽ പിറന്ന വിവിധ രാജ്യക്കാരായ കുട്ടികളുടെ വാക്സിനേഷൻ പൂർത്തിയാക്കാൻ വരെ പ്രത്യേക നടപടികൾ സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 ദുബായ്. ബഹ്റൈനിൽ വിവിധ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന 896 തടവുകാർക്ക് പൊതുമാപ്പ് നൽകി ഹമദ് രാജാവ്. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. പ്രധാന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്കടക്കം പൊതുമാപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഹമദ് രാജാവിന്റെ സിംഹാസനാരോഹണ രജത ജൂബിലി വേളയുടെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം. സൗദിയിൽ തേനീച്ചക്കൂടുകളുടെ മറവിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 5 പേർ അറസ്റ്റിൽ. സൗദി പൗരനും 4 ഈജിപ്ഷ്യൻകാരുമാണ് പിടിയിലായത്. ഇവരെ പിടികൂടുന്ന ദൃശ്യങ്ങളും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. സൗദിയിലെ ജീസാൻ മേഖലയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തേനീച്ചക്കൂട് കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ ഒളിപ്പിച്ചായിരുന്നു മയക്കുമരുന്ന് കടത്ത്. ജിസാൻ പ്രവിശ്യയിലെ ദർബിലേക്ക് എത്തിക്കാനിരുന്ന മയക്കുമരുന്നാണെന്നാണ് നിഗമനം. സാഹസികമായാണ് സുരക്ഷാ വിഭാഗം ഇവരെ അറസ്റ്റ് ചെയ്തത്. കുറ്റം തെളിഞ്ഞാൽ വധശിക്ഷ വരെയാണ് പ്രതികൾക്ക് ലഭിക്കുക. മീഡിയ 1 ജിദ്ദ. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഖത്തറിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് 2 ദിവസത്തെ അവധി. ദേശീയ ദിനമായ 18-നും 19-നുമാണ് ഖത്തർ സെൻട്രൽ ബാങ്ക് അവധി പ്രഖ്യാപിച്ചത്. വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടിയാകുമ്പോൾ 4 ദിവസം രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കില്ല. ദുബായ് എമിറേറ്റ്സ് റോഡിൽ ട്രക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ അധികൃതർ. വൈകിട്ട് 5:30-നും 8-നും ഇടയിലാണ് വിലക്ക്. ജനുവരി 1 മുതൽ നിയന്ത്രണം പ്രാബല്യത്തിൽ വരും. ദുബൈയിലെ ഏറ്റവും തിരക്കേറിയ നഗരപാതകളിലൊന്നായ എമിറേറ്റ്സ് റോഡിൽ ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ തീരുമാനം. അൽ അവീർ സ്ട്രീറ്റിനും ഷാർജയ്ക്കുമിടയിലാണ് ട്രക്കുകൾക്ക് ഗതാഗത നിയന്ത്രണമുള്ളത്. റോഡ് സുരക്ഷ കൂടി കണക്കിലെടുത്താണ് തീരുമാനമെന്ന് അതോറിറ്റി അറിയിച്ചു. 2024 ഏപ്രിൽ മുതൽ നഗരത്തിലെ മറ്റൊരു പ്രധാന പാതയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ട്രക്കുകൾക്ക് ഗതാഗത നിയന്ത്രണമുണ്ട്. തിരക്ക് കൂടിയ രാവിലെയും വൈകിട്ടുമാണ് നിയന്ത്രണം. ഇതാണ് എമിറേറ്റ്സ് റോഡിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. വിവിധ താമസ സ്ഥലങ്ങളിലേക്ക് കൂടി ട്രക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷാർജക്കടുത്തുള്ള അൽമിസർ, മുഹൈസിന, ഊദൽ മത്തീന എന്നിവിടങ്ങളിൽ രാവിലെ 6 മുതൽ രാത്രി 10 വരെയാണ് വിലക്ക്. ദുബൈയിലെ അൽ ഇത്തിയാദ് സ്ട്രീറ്റ്, മെയ്ദാൻ സ്ട്രീറ്റ്, ക്രോസിംഗുകൾ എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ ട്രക്ക് നിരോധനമുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ ട്രക്കുകൾ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് ട്രാഫിക് ആൻഡ് റോഡ്സ് അതോറിറ്റി CEO ഹുസൈൻ അൽബന്ന അഭ്യർത്ഥിച്ചു. മീഡിയ 1 ദുബായ്. ഇലക്ട്രിക് ബസ് പ്ലാന്റിന് ശിലയിട്ട് ഖത്തർ. പ്രമുഖ ബസ് നിർമ്മാതാക്കളായ യൂട്ടോങ്ങുമായി സഹകരിച്ചാണ് പ്ലാന്റ് നിർമ്മാണം. ചൈനീസ് ഇലക്ട്രിക് ബസ് നിർമ്മാതാക്കളായ യൂട്ടോങ്, ഖത്തറിന്റെ പൊതുഗതാഗത വിഭാഗമായ മുവാസലാത്ത്, ഖത്തർ ഫ്രീ സോൺ അതോറിറ്റി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇലക്ട്രിക് ബസ് പ്ലാന്റിന് ഗതാഗത മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ താനി ഉമ്മൽ ഖുൽ ഫ്രീ സോണിൽ തറക്കല്ലിട്ടു. 53,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ നിലവാരത്തിലുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഇവിടെ നിർമ്മിക്കും. ഖത്തറിന്റെ ഗതാഗത മേഖലയിലെ സുപ്രധാന പദ്ധതിയായ ഈ ബസ് പ്ലാന്റ് അടുത്ത വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കും. ഇലക്ട്രിക് സിറ്റി ബസ്സുകൾ, മെട്രോ ഫീഡർ ബസ്സുകൾ,
സ്കൂൾ ബസ്സുകൾ എന്നിവയാകും ഇവിടെ നിർമ്മിക്കുക. പ്രതിവർഷം 300 ബസ്സുകളാണ് ഹബിന്റെ പ്രാരംഭ ഉൽപാദന ശേഷി. പിന്നീട് മിന മേഖലയിലും യൂറോപ്പിലുമായി അന്താരാഷ്ട്ര വിപണികളുടെയും പ്രാദേശിക ആവശ്യവും കണക്കിലെടുത്ത പ്രൊഡക്ഷൻ ഹബ്ബ് വിപുലീകരിക്കാനും പദ്ധതിയുണ്ട്. മീഡിയ 1 ദോഹ. ഫുട്ബോൾ ആരാധകർക്ക് സർപ്രൈസ് പ്രഖ്യാപനവുമായി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരങ്ങൾ നാളെ ദോഹയിൽ പ്രഖ്യാപിക്കും. ഓൺലൈൻ വഴി നടക്കുന്ന അവാർഡ് പ്രഖ്യാപനം ഫിഫ വെബ്സൈറ്റ് വഴി സംപ്രേഷണം ചെയ്യും. കേലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രി ആരാകും ഫിഫ ദ ബെസ്റ്റ് എന്ന് നാളെ ഖത്തറിൽ പ്രഖ്യാപിക്കും. ദോഹയിൽ നടക്കുന്ന ഗാല ഡിന്നറിൽ ഓൺലൈൻ വഴി പ്രഖ്യാപനം നടത്തുമെന്നാണ് ഫിഫ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യമായ സമയം പുറത്തുവിട്ടിട്ടില്ല. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ റയൽ മാഡ്രിഡും മെക്സിക്കൻ ക്ലബ്ബ് പാച്ചുക്കയും ബുധനാഴ്ച ലുസൈലിൽ ഏറ്റുമുട്ടാനിരിക്കെയാണ് ലോക ഫുട്ബോളറെ ദോഹയിൽ പ്രഖ്യാപിക്കുന്നത്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന്റെ 2ാം വാർഷികവും ഖത്തറിലെ പ്രമുഖ ഫുട്ബോൾ പരിശീലന കേന്ദ്രമായ ആസ്പയർ അക്കാദമിയുടെ 20ാം വാർഷികവും ആഘോഷിക്കുന്ന ചടങ്ങിലാണ് പ്രഖ്യാപനം. ഇന്റർ കോണ്ടിനെന്റൽ ഫൈനലിന്റെ ഭാഗമായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ, ഫിഫ കൗൺസിൽ അംഗങ്ങൾ, പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ തുടങ്ങിയവർ ദോഹയിലെത്തിയിട്ടുണ്ട്. നവംബർ അവസാന വാരത്തിൽ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടിക പ്രഖ്യാപിച്ചിരുന്നു. പുരുഷ വനിതാ താരങ്ങൾ, പുരുഷ വനിതാ കോച്ച്, ഗോൾ കീപ്പർ, മികച്ച ഗോളിനുള്ള പുഷ്കാസ് അവാർഡ് എന്നിവയാണ് പ്രഖ്യാപിക്കുക. നേരത്തെ ഫിഫ ദ ബെസ്റ്റ് ജനുവരിയിൽ പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം. മീഡിയ 1 ദോഹ. ഗൾഫ് കപ്പിന് മുന്നോടിയായി യമനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ ഒമാന് ജയം. ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഒമാന്റെ ജയം. 68ാം മിനിറ്റിൽ അലി അൽ ബുസൈദിയാണ് ഒമാന് വേണ്ടി വലകുലുക്കിയത്. മസ്കത്തിലെ സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിലായിരുന്നു മത്സരം. കുവൈത്ത് ആതിഥേയത്വം വഹിക്കുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഡിസംബർ 21 മുതൽ ജനുവരി 3 വരെയാണ് നടക്കുക. കുവൈത്തിനെതിരെ 21-നാണ് ഒമാന്റെ ആദ്യ മത്സരം. ഇസ്രായേൽ തീരുമാനത്തെ ശക്തമായി അപലപിച്ച് കുവൈത്ത്. ഇസ്രായേൽ നടപടി UN ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. തുടർച്ചയായ ഇസ്രായേൽ അധിനിവേശം സിറിയയുടെയും മിഡിൽ ഈസ്റ്റ് മേഖലയുടെയും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണ്. ഈ ലംഘനങ്ങൾ അപലപിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് കുവൈത്ത് ആഹ്വാനം ചെയ്തു. കുവൈറ്റിൽ സിവിൽ ഐഡികളിലെ അഡ്രസ്സുകൾ നീക്കം ചെയ്യുന്നത് തുടരുന്നു. കഴിഞ്ഞ ദിവസം 255 പേരുടെ താമസവിലാസങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇതുവരെയായി ആയിരക്കണക്കിന് ആളുകളുടെ അഡ്രസ്സുകളാണ് അസാധുവാക്കിയത്. കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്ന് ഉടമകൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ചുമാണ് നടപടിയെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. രേഖകൾ നീക്കം ചെയ്യപ്പെട്ടവർ 30 ദിവസത്തിനകം പാസി ഓഫീസ് സന്ദർശിച്ച് പുതിയ വിലാസങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിലാസങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ 100 ദിനാർ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ മയക്കുമരുന്ന് കേസിൽ 4 പ്രവാസികൾക്ക് ജീവപര്യന്തം തടവ്. 152 കിലോഗ്രാം ഹാഷിഷും സൈക്കോട്രോപിക് വസ്തുക്കളുമായി കുബർ ദ്വീപിൽ പിടികൂടിയ ഇറാനി സ്വദേശികളെയാണ് ക്രിമിനൽ കോടതി ശിക്ഷിച്ചത്. ഡ്രഗ് കൺട്രോൾ ജനറൽ ഡിപ്പാർട്ട്മെന്റും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ മയക്കുമരുന്ന് അടിമകളായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. റിയാദിന് നിരവധി നേട്ടങ്ങൾ സമ്മാനിച്ച മുൻ മേയർ അബ്ദുള്ള അൽ അലി അൽ സ്വാലിഹ് അൽ നഈം അന്തരിച്ചു. 93 വയസ്സായിരുന്നു. തലസ്ഥാന വികസനത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1976 മുതൽ 91 വരെയാണ് റിയാദിലെ മേയറായിരുന്നത്. കുവൈറ്റിൽ മൊബൈൽ ഫോൺ റീറ്റെയിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മ കുവൈത്ത് മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ രൂപവൽക്കരിച്ചു. പ്രസിഡന്റായി സുഹൈൽ അബൂബക്കറിനെയും ജനറൽ സെക്രട്ടറിയായി സമീർ പ്ലാസിയെയും ട്രഷററായി KP ഉമറിനെയും തെരഞ്ഞെടുത്തു. ഷംനാസ് മുഹമ്മദ് അലി, ജലീൽ മഖ്ഷൂഖ് എന്നിവരാണ് സഹഭാരവാഹികൾ. ലക്ഷം മലയാളികൾക്ക് കോ ഓണർഷിപ്പ് സംവിധാനത്തിലൂടെ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് വസ്തുവകകൾ സ്വന്തമാക്കാൻ അവസരം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച് ദുബായിലെ സംരംഭകർ. ഓൺലൈൻ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മലയാളികളെ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വൻ കുതിപ്പ് നടത്തുന്ന ദുബൈയിൽ ചെറുകിട നിക്ഷേപകർക്ക് കൂടി അവസരം നൽകാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതിയെന്ന് സംരംഭകർ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് സ്ഥാപനമായ അറബ് സോണും ടെക്നോളജി സ്ഥാപനമായ അൽവഫയും ചേർന്നാണ് ഈ സ്റ്റാർട്ടപ്പ് സംരംഭം അവതരിപ്പിക്കുന്നത്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച കോ ഓണർഷിപ്പ് സംവിധാനത്തിലായിരിക്കും പ്രോപ്പർട്ടികൾ വാങ്ങുക. പരമാവധി 8 പേരടങ്ങുന്ന സംഘത്തിന് ഓരോ ലക്ഷം ദിർഹം വീതം നിക്ഷേപമിറക്കി പ്രോപ്പർട്ടികൾ വാങ്ങാം. ഓൺലൈൻ വഴി ഈ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതിന്
കമ്പനി 5000 ദിർഹം ഈടാക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ എസ്ക്രോ അക്കൗണ്ട് വഴിയായിരിക്കുമെന്നും അൽവഫ ഗ്രൂപ്പ് സ്ഥാപകൻ മുനീർ അൽവഫ പറഞ്ഞു. പക്ഷേ ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആണ്, പൂർണ്ണമായിട്ടും അയാൾ ഇൻവെസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഓൺലൈനിൽ കിട്ടും. പിന്നെ അയാളുടെ കോ ഓണേഴ്സുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഒരു ലീഗൽ ബൈൻഡിങ്ങിലൂടെ നമ്മളിത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വളരെ ട്രാൻസ്പാരൻ്റ്, എത്രയാണ് വാങ്ങിക്കുന്നത്, എത്രക്കാണ് കൊടുക്കുന്നത്, റെൻ്റ് എങ്ങനെയാണ്, ഓരോ സ്ഥലത്തുള്ള ഇൻഡെക്സസ്. ദുബായ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇപ്പം DXP ഇൻട്രാക്ട് എന്നുള്ള പോലെയുള്ള പ്രോപ്പർട്ടി സൈറ്റിൽ നമ്മൾ പോയി അറിയാം, എല്ലാം വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. കോ ഓണർഷിപ്പ് ഗ്രൂപ്പുകൾ സ്വന്തമാക്കുന്ന യൂണിറ്റുകളുടെ മാനേജ്മെന്റ് ചുമതലയും നിക്ഷേപകർക്ക് ഇതിൽ നിന്നുള്ള വരുമാനം കൈമാറുന്ന ചുമതലയും അറബ് സോൺ എന്ന സ്ഥാപനത്തിനായിരിക്കും. അത് മാത്രമല്ല, ഒരു വർഷമോ 1.5 വർഷമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റീസെയിൽ ചെയ്യും. അതിനുള്ള എൻറ്റയർ പ്രോസസ്സ് നമ്മൾ മലയാളികളെ മാത്രമാണ് നിലവിൽ ഇതിന്റെ ഭാഗമാക്കുന്നത്. പങ്കാളികളാകുന്നവർക്ക് നിക്ഷേപിക്കേണ്ട പദ്ധതികൾ തിരഞ്ഞെടുക്കാനും നിരീക്ഷിക്കാനുമുള്ള ഓൺലൈൻ സംവിധാനവും സംരംഭകർ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. അൽവഫ ഡയറക്ടർ മുഹമ്മദ് ആദിലും പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് നിർബന്ധിത അടിസ്ഥാന ആരോഗ്യ പരിരക്ഷ പ്രഖ്യാപിച്ച് UAE. നിലവിൽ ദുബൈയിലും അബുദാബിയിലും നടപ്പാക്കിയ ഇൻഷുറൻസ് പരിരക്ഷയാണ് മറ്റു എമിറേറ്റുകളിലേക്കും കൂടി നീട്ടിയത്. ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. 320 ദിർഹം മുതലാണ് ഇൻഷുറൻസ് നിരക്കുകൾ. ഇതോടെ രാജ്യത്തെ 100% തൊഴിലാളികളും ആരോഗ്യ പരിരക്ഷയ്ക്ക് കീഴിലാവും. സൗദിയിലെ വ്യാവസായിക നഗരമായ യാംബൂവിൽ വീണ്ടും പുഷ്പോത്സവത്തിന് കൊടിയേറുന്നു. അടുത്ത വർഷം ജനുവരി 28 മുതലാണ് പുഷ്പോത്സവത്തിന് തുടക്കമാവുക. പാരമ്പര്യവും പുതുമയും സമന്വയിപ്പിച്ചുള്ള ആഘോഷമായിരിക്കും ഇത്തവണത്തേതെന്ന് സംഘാടകർ അറിയിച്ചു. പൂക്കളുടെ പ്രദർശനങ്ങൾ കൂടാതെ ലൈവ് സംഗീതമേള, കലാപ്രദർശനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ഇത്തവണത്തെ പുഷ്പമേളയിലുണ്ടാകും. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗ്രാൻഡ് റൈഡ് സംഘടിപ്പിച്ച് പ്ലഷർ റൈഡേഴ്സ് ബഹ്റൈൻ. ട്രിബ്യൂട്ട് ടു ബഹ്റൈൻ എന്ന പേരിലാണ് റൈഡേഴ്സ് കമ്മ്യൂണിറ്റി പരിപാടി ഒരുക്കിയത്. ആധാരി പാർക്കിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത ഗ്രാൻഡ് റൈഡിൽ നിരവധി റൈഡർമാർ പങ്കെടുത്തു. മസ്കറ്റ് KMCC ഫഞ്ച ഏരിയ കമ്മിറ്റി 10ാമത് വാർഷികാഘോഷവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സമൂഹത്തിൽ സ്തുത്യർഹമായ സേവനം ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു. ഷറഫുദ്ദീൻ റഷാദി അധ്യക്ഷത വഹിച്ച ചടങ്ങ് അഷ്റഫ് കിണവക്കൽ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് AK തങ്ങൾ, ഇബ്രാഹിം ഒറ്റപ്പാലം, മുജീബ് കടലുണ്ടി, യൂസഫ് ചേറ്റുവ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിന് വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകി. KMCC ഖത്തർ വിമൻസ് വിംഗ് ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിൽ കലയ്ക്കും കായികത്തിനുമുള്ള പ്രാധാന്യം എന്ന വിഷയത്തിൽ നടന്ന ടേബിൾ ടോക്കിൽ ഖത്തറിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ഡോക്ടർ ബിന്ദു സലീം ആമുഖ പ്രഭാഷണം നടത്തി. KMCC വിമൻസ് വിംഗ് പ്രസിഡന്റ് സമീറ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സലീന കൂലത്ത് മോഡറേറ്ററായിരുന്നു. ട്രഷറർ സമീറ അൻവർ, മൈമൂന സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹ്രസ്വ സന്ദർശനാർത്ഥം മസ്കറ്റിലെത്തിയ മുസ്ലിം ലീഗ് നേതാവ് തറാൽ ഈസ സാഹിബിന് സ്വീകരണം നൽകി. മസ്കറ്റ് KMCC പേരാവൂർ മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. റൂവിയിൽ വെച്ച് നടന്ന സ്വീകരണ യോഗത്തിൽ മുഹമ്മദ് ബയാനി അധ്യക്ഷത വഹിച്ചു. സൗദിയിലെ വ്യാപാരികൾക്കായി പഠന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി താസ് ആൻഡ് ഹംജിത്ത്. സൗജന്യമായി നടത്തുന്ന സെമിനാറിൽ സാമ്പത്തിക സാങ്കേതിക മേഖലയിൽ വർഷങ്ങളായി സൗദിയിലുള്ള വിദഗ്ധരാണ് വിഷയം അവതരിപ്പിക്കുക. ബുധനാഴ്ചയായിരിക്കും സെമിനാർ സംഘടിപ്പിക്കുക. വരുന്ന ബുധനാഴ്ച ബുറൈദയിലെ സൂപ്പർ സ്റ്റൈൻ റെസ്റ്റോറന്റിൽ വെച്ചായിരിക്കും സെമിനാർ സംഘടിപ്പിക്കുക. സാമ്പത്തിക സാങ്കേതിക മേഖലയിൽ വർഷങ്ങളായി സൗദിയിലുള്ള വിദഗ്ധർ വിഷയം അവതരിപ്പിക്കും. 2024 ഓഡിറ്റിംഗ്, ഫയലിംഗ്, സക്കാത്ത്, ടാക്സ് റിട്ടേൺ കണക്കാക്കുന്നതിലുള്ള മാറ്റങ്ങൾ, തസത്തുർ, മിസ കമ്പനി എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇൻവോയ്സിംഗ് തുടങ്ങിയ വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. 2024 ഓഡിറ്റ്, ഇൻകം ടാക്സ്, സക്കാത്ത് എന്നിവയെ കണക്കാക്കുന്നതിനുള്ള മാറ്റങ്ങൾ നിലവിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയും തസത്തുർ, മിസ കമ്പനികളെ കുറിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഇൻവോയ്സിംഗ് നടപ്പിൽ വരുത്തുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യാനും ഇതിന്റെയൊക്കെ ഘടനയെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയാണ്. സൗദി അറേബ്യയുടെ സാമ്പത്തിക സാങ്കേതിക മേഖലയിലുള്ള വളർച്ചയുടെ ഭാഗമായി ബിസിനസ്, ഫിനാൻസ് മേഖലയിൽ വന്ന മാറ്റങ്ങൾ വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് സെമിനാർ. വിദേശികളായ കച്ചവടക്കാർക്ക്, പ്രത്യേകിച്ചും മലയാളികൾക്ക് ഉപകാരപ്രദമാകും വിധമാണ് സജ്ജീകരണങ്ങൾ. സൗജന്യമായി നടത്തുന്ന താസ് ആൻഡ് ഹാംജിത്ത് സെമിനാറിൽ സാമ്പത്തിക സാങ്കേതിക മേഖലയിലെ വിദഗ്ധരാണ് വിഷയം അവതരിപ്പിക്കുക. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്.
ചർച്ച് ഓഫ് ഗോഡ് ദുബായ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗോസ്പൽ ഫെസ്റ്റ് ആരംഭിച്ചു. ദുബായ് ഹോളി ട്രിനിറ്റി ചർച്ചിലെ ഹാളിലാണ് പരിപാടി. പാസ്റ്റർ പ്രിൻസ് റാന്നി പ്രഭാഷണം നടത്തും. COG ദുബായ് ഗായക സംഘം ആരാധനയ്ക്ക് നേതൃത്വം നൽകും. വെൽഫെയർ പാർട്ടി കോട്ടയം ജില്ലാ സെക്രട്ടറി PA നിസാമിന് സ്വീകരണം നൽകി. പ്രവാസി വെൽഫെയർ ദമാം റീജിയണൽ ദക്ഷിണ കേരള കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. ആരാധനാലയങ്ങളുടെ സർവേ നടപടികൾ മരവിപ്പിച്ച സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ആഷിഫ് കൊല്ലം, ഫൈസൽ കോട്ടയം, റൌഫ് ചാവക്കാട് എന്നിവർ സംസാരിച്ചു. തനിമ കുവൈത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണത്തനിമ 2024 എന്ന പേരിൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലായിരുന്നു പരിപാടി. ഓണത്തനിമ കൺവീനർ DK ദിലീപ് അധ്യക്ഷത വഹിച്ചു. ജോയൽ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തനിമ വടംവലിക്ക് ടഗ് ഓഫ് വാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചതിന്റെ ലോഗോ പ്രകാശനം സുരേഷ് കാർത്തിക് നിർവഹിച്ചു. ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 27 വിദ്യാർത്ഥികൾക്കുള്ള APJ അബ്ദുൽ കലാം പേൾ ഓഫ് ദി സ്കൂൾ അവാർഡ് ദാനവും നടന്നു. മാത്യു വർഗീസ്, മുസ്തഫ ഹംസ, മുഹമ്മദ് അലി എന്നിവർ ആശംസകൾ നേർന്നു. സൗദിയിലെ റിയാദിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവാവ് മരിച്ചു. മലപ്പുറം പുതുപ്പൊന്നാനി സ്വദേശി ഷമീർ മുഹമ്മദാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. 13 വർഷമായി റിയാദിലെ മലാസിൽ സൂപ്പർ മാർക്കറ്റ് നടത്തി വരികയായിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും വീണ്ടും ഹൃദയാഘാതം വന്നതോടെയാണ് മരണം. കേളി ജീവകാരുണ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനിലയിലേക്ക്. കുവൈത്ത് കൂടിയ താപനില 38 ഡിഗ്രി, ദുബായ് കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി. അബുദാബി കുറഞ്ഞത് 17 ഡിഗ്രി, കൂടിയത് 28 ഡിഗ്രി. ദോഹ കുറഞ്ഞ താപനില 9 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. റെഡ് സിറ്റി 6 ഡിഗ്രി 18 ഡിഗ്രി. മസ്കത്ത് കുറഞ്ഞത് 17, കൂടിയ താപനില 23 ഡിഗ്രി. സലാല 14, 23. ഇനി കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 59 പൈസ, UAE ദിർഹം 23 രൂപ 11 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 30 പൈസ, ഒമാൻ റിയാൽ 220 രൂപ 50 പൈസ, കുവൈത്ത് ദിനാർ 275 രൂപ 87 പൈസ, ബഹ്റിൻ ദിനാർ 225 രൂപ 13 പൈസ.